ഈ രീതിയിൽ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുണ്ട്. 8 കൊല്ലമായി പിണറായി തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിണറായിക്ക് വല്ലതും അറിയോ ഈ ഫോറസ്റ്റിൽ എന്താ നടക്കുന്നതെന്നുള്ളത്? നിങ്ങൾ അന്വേഷണാത്മകമായ പത്രപ്രവർത്തനം നടത്തുന്ന ആളുകളാ. ഇവരുടെ ഈ പറയുന്ന ഫോറസ്റ്റിന്റെ ഐബികളിൽ അവരുടെ ഗസ്റ്റ് ഹൗസുകൾ രാത്രി കാലങ്ങളിൽ തോന്നിവാസത്തിന്റെ കേന്ദ്ര അറിയോ നിങ്ങൾക്ക്? തോന്നിവാസത്തിന്റെ അവിടെ പെണ്ണും പെടക്കോഴിയും ഈ പറയുന്ന വ്യഭിചാരവും കള്ളുകുടിയുമാണ് കേരളത്തിലെ മുഴുവൻ ഫോറസ്റ്റ് ഐബികളിൽ നടക്കുന്നത്. നിങ്ങൾക്കാർക്ക് അങ്ങോട്ട് കയറിപ്പോകാൻ പറ്റുമോ? ഈ കാട്ടിൻ്റെ ഉള്ളിൽ സുഖവാസ കേന്ദ്രങ്ങൾ. എന്നിട്ട് ഇന്ത്യയിലെ IFSകാർ വരിക, ഇവിടെയുള്ള IFSകാർ അവർക്ക് പെണ്ണ് കൂട്ടി കൊടുക്കാൻ കുറെ ഉദ്യോഗസ്ഥന്മാർ. ഇങ്ങനെ നിൽക്കുന്ന മലീമസമായ ഒരു ഡിപ്പാർട്ട്മെന്റായി ഫോറസ്റ്റ് മാറി. എത്ര കോടി രൂപയാണ് ഫോറസ്റ്റിൻ്റെ അകത്ത് ചെലവാക്കുന്നത്? നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ 100 രൂപ ചെലവാക്കിയത്? പോയി നോക്കാൻ പറ്റുമോ? സോഷ്യൽ ഓഡിറ്റിങ്ങിന് പറ്റുമോ? കോടിക്കണക്കിന് എന്താ വനം ഇവിടെ വെച്ച് പിടിപ്പിക്കുന്ന കണക്കാ. ഒരു മരം നിങ്ങളൊന്ന് കാണിച്ചെന്നേ. ഇവിടെ റോഡ് പണി നടക്കുമ്പോൾ മനുഷ്യർക്ക് പോയി നോക്കാം, പഞ്ചായത്ത് പ്രസിഡന്റിന് പോയി നോക്കാം, മന്ത്രിക്ക് നോക്കാം. ഫോറസ്റ്റിന്റെ ഉള്ളിൽ നടക്കുന്ന ഈ വൻ കൊള്ള ആർക്കറിയാം? അവരവിടെ കിണർ കുത്തി, അവിടെ കനാല് കെട്ടി, അവിടെ കയ്യാല കെട്ടി 10 ലക്ഷം മരം വെച്ചു എന്ന് ഇവർ പറഞ്ഞ ആ കടലാസിൽ എഴുതിയിട്ട് ഇവർ കൊണ്ട് നടക്കുന്ന കുറച്ച് കോൺട്രാക്ടർമാരുണ്ട്. ഇങ്ങനെ കൊടും കൊള്ള നടക്കുക, എന്നിട്ട് മനുഷ്യനെ കൊല്ലുക. ഈ രീതിയിൽ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുണ്ട്. 8 കൊല്ലമായി പിണറായി തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിണറായിക്ക് വല്ലതും അറിയോ ഈ ഫോറസ്റ്റിൽ എന്താ നടക്കുന്നതെന്നുള്ളത്? ഏതെങ്കിലും ഒരു കാലത്ത് CPM ഈ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ടോ? നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഒരു കാലത്തും ഏറ്റെടുത്തില്ല. ഈ 8 കൊല്ലം ഏറ്റെടുത്തിട്ടില്ല. അതിന്റെ മുമ്പത്തെ ഭരണം നിങ്ങൾ പരിശോധിക്ക്. അത് ഈ പറയുന്ന പോലെ ഈ എന്താ പറയാ, ആണും പെണ്ണും അല്ലാത്ത ഏതെങ്കിലും ഒരുത്തരെ പിടിച്ചിട്ട് ഒരു ഘടകകക്ഷി മന്ത്രിയാക്കും. എന്നിട്ട് ഈ ഫോറസ്റ്റുകാരുടെ തോന്നിവാസത്തിന് ജനങ്ങളെ കൊല്ലാന് ആനങ്ങനെ ചവിട്ടി ഇറക്കുക. ഇന്ന് കണ്ണൂർ ഇറങ്ങിയ പുലി ഇറങ്ങിയപ്പോ പൂച്ചയാണ്, കാട്ടുപൂച്ച. അങ്ങനെ സാധനം ഉണ്ടോ കാട്ടുപൂച്ച? അപ്പം എങ്ങനെ ഈ ഒരു രീതിയിലായ ഒരു ഡിപ്പാർട്ട്മെന്റ്, പ്രതിപക്ഷം ഇനി ഒന്നും നോക്കണ്ട. ഈ ഒരു വർഷം എനിക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കന്മാരോടും ഇവിടുത്തെ പൊതുപ്രവർത്തനം UDF പ്രവർത്തകരോടും ഒക്കെ പറയാനുള്ളതാ. ഈ 63 മണ്ഡലം നിങ്ങളൊന്ന് കേന്ദ്രീകരിക്കുക. ഇപ്പൊ ആകെ അവിടുന്ന് ഇപ്പൊ UDFന്റെ കയ്യിലുള്ളത് 15 മണ്ഡലമാണ്. ബാക്കി മുഴുവൻ ഇവർ ഈ പറഞ്ഞതുപോലെ വെച്ച് എന്താ പറയാ പെട്ടിയിലിട്ട് പൂട്ടിയിരിക്കുകയാണ്. ആ പൂട്ട് പൊളിക്കണം. കർഷക മേഖലയിൽ നിന്ന് ഈ പറയുന്ന വനമേഖലയിൽ നിന്ന് ഒരു വോട്ട് CPM നേതൃത്വത്തിൽ ഇടതുപക്ഷത്തിന് കൊടുക്കാത്ത രാഷ്ട്രീയ സാഹചര്യം ഇന്നിവിടെ ഉണ്ട്. അത് ജനം ഏറ്റെടുക്കണം. UDF ഒരു മരം നിങ്ങളൊന്ന് കാണിച്ചെന്നേ. ഇവിടെ റോഡ് പണി നടക്കുമ്പോൾ മനുഷ്യർക്ക് പോയി നോക്കാം, പഞ്ചായത്ത് പ്രസിഡന്റിന് പോയി നോക്കാം, മന്ത്രിക്ക് നോക്കാം. ഫോറസ്റ്റിന്റെ ഉള്ളിൽ നടക്കുന്ന ഈ വൻ കൊള്ള ആർക്കറിയാം? അവരവിടെ കിണർ കുത്തി, അവിടെ കനാല് കെട്ടി, അവിടെ കയ്യാല കെട്ടി 10 ലക്ഷം മരം വെച്ചു എന്ന് ഇവർ പറഞ്ഞ ആ കടലാസിൽ എഴുതിയിട്ട് ഇവർ കൊണ്ട് നടക്കുന്ന കുറച്ച് കോൺട്രാക്ടർമാരുണ്ട്. ഇങ്ങനെ കൊടും കൊള്ള നടക്കുക, എന്നിട്ട് മനുഷ്യനെ കൊല്ലുക.